ബഹുമാനപ്പെട്ട സ്വാലിഹ് ഉസ്താദ് അവറുകൾ ഇന്ന് ഈ ലോകത്തിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. തഴവ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മരുമകനും കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി ഉസ്താദിന്റെ പ്രിയപ്പെട്ട പിതാവും സമസ്തയുടെ വലിയ വലിയ പ്രവർത്തകനുമായിരുന്ന ബഹുമാനപ്പെട്ട സ്വാലിഹ് ഉസ്താദ് പകരം വെക്കാൻ കഴിയാത്ത, പകരം വെക്കാൻ പറ്റാത്ത ഒരു വലിയ മഹാപണ്ഡിത പ്രതിഭയായിരുന്നു. ജീവിച്ചിരുന്ന കാലഘട്ടം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാം ദീനിനെ ലോകത്തിലേക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു ആദർശത്തിലേക്കും വെള്ളം കലർത്താത്ത, മായം കലർത്താത്ത സാത്വികനായ വലിയ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട സ്വാലിഹ് ഉസ്താദ് അവറുകൾ. ഒരുപാട് ആലിമീങ്ങളെ, പണ്ഡിതന്മാരെ ലോകത്തേക്ക് വാർത്തെടുത്ത, ഒരുപാട് പണ്ഡിതന്മാരെ സമുദായത്തിന് സമർപ്പിച്ച പ്രിയപ്പെട്ട പണ്ഡിതൻ ഇന്ന് ഈ ലോകത്തിനോട് യാത്ര പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ ഖബറിടം അല്ലാഹു തആല പ്രകാശിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഉസ്താദിനോടൊപ്പം നാളെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു ചെല്ലാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ഡിതന്റെ മരണം, ഒരു ആലിമിന്റെ മരണം, അത് ലോകത്തിന്റെ മരണമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ആലിമ ലോകത്തിനോട് വിട പറയുമ്പോൾ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ ഇൽമിന്റെ പ്രഭാ കേന്ദ്രമാണ്, വലിയ ഇൽമിന്റെ വലിയ പ്രഭയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടം, അവരുടെയൊക്കെ ജീവിതം മുഴുവനും ഇസ്ലാമിനു വേണ്ടി, ദീനിനു വേണ്ടി സമർപ്പിച്ചവരായിരുന്നു. ആലിമീങ്ങളെ വാർത്തെടുക്കാനും ഓരോ മഹല്ലുകൾ ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ആ മഹല്ലിന് മാതൃക നൽകാനും മാർഗദർശിയായി, കാര്യദർശിയായി മുന്നോട്ട് പോകാനും ഒക്കെ ബഹുമാനപ്പെട്ട സ്വാലിഹ് ഉസ്താദ് അവറുകൾ ഉസ്താദിന്റെ ജീവിതം മാറ്റിവെക്കുകയാണ്. ഉസ്താദിന്റെ ആയുസ് അതിനുവേണ്ടി മാറ്റിവെച്ചതാണ്. അല്ലാഹു തആല അവരോടൊപ്പം നാളെ സ്വർഗ്ഗത്തിന്റെ ആരാമങ്ങളിൽ അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിന്റെ മകനെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ബഹുമാനപ്പെട്ട കുമ്മനം ഉസ്താദ് അവറുകൾ ഒരുപാട് കേരളത്തിലെ ഇന്ന് സുപ്രസിദ്ധ വാഗ്മിയും ഒരുപാട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തആല മദ്ഹു പറയുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ അവിസ്മരണീയമായ വിവരണങ്ങൾ കൊണ്ട് ഹൃദയത്തെ കീഴടക്കുന്ന പണ്ഡിതനാണ്. അങ്ങനെ നല്ലൊരു മകനെയും ഉസ്താദ് ലോകത്ത് സമർപ്പിച്ചു. മാത്രമല്ല, നമുക്കറിയാം കേരളത്തിൽ പകരം വെക്കാൻ കഴിയാത്ത, തുല്യതയില്ലാത്ത മഹാപ്രതിഭയാണ്, മഹാപണ്ഡിതനാണ് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് അവറുകൾ. ആ തഴവ ഉസ്താദിന്റെ മരുമകനും കൂടിയാണ്. അങ്ങനെ ഒരുപാട് എന്താ പറയുന്നത്, മഹത്വങ്ങളുടെ ഒരു വലിയ പര്യായം തന്നെയായിരുന്നു സ്വാലിഹ് ഉസ്താദ് അവറുകൾ നമുക്ക് കാണിച്ചു തന്ന, നമുക്ക് കാഴ്ചവെച്ചിട്ട് കടന്നുപോയത്. അല്ലാഹു തആല ഉസ്താദിന്റെ ദറജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കും അല്ലാഹു തആല നല്ല മരണങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവരോടൊപ്പമൊക്കെയാണ് നാളെ നമുക്കും സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കേണ്ടത്. അല്ലാഹു തആല നമ്മുടെ സമസ്തയുടെയൊക്കെ പണ്ഡിതന്മാരെ, നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ പണ്ഡിതന്മാർക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഒരുപാട് ഉസ്താദന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദന്മാരൊക്കെ ഇന്ന് രോഗശയ്യയിലാണ് പലരും. അല്ലാഹു തആല അവരൊക്കെയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ മുതൽക്കൂട്ട്. അവരൊക്കെ മൺമറഞ്ഞു പോയാൽ പിന്നെ ചിന്തിക്കാൻ പോലും കഴിയില്ല നമ്മുടെ ദീനിന്റെ ഒക്കെ അവസ്ഥകൾ. അല്ലാഹു തആല അവർക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും ഒക്കെ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നമ്മുടെ ഒരു കുടുംബാംഗങ്ങളെ പോലെ അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. കാരണം അവരാണ് നമ്മുടെ പരിശുദ്ധമായ ദീനിനെ ചേർത്ത് പിടിക്കുന്നവർ, ലോകത്തേക്ക് പറഞ്ഞു കൊടുക്കേണ്ടവർ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെയൊക്കെ മൺമറഞ്ഞുപോയ ഉസ്താദന്മാര്, പണ്ഡിതന്മാര്, അവരോടൊപ്പം അല്ലാഹു തആല നമ്മളൊക്കെ സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ആലിമീങ്ങൾ അല്ലാഹു തആല അവർക്ക് ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സ്വാലിഹ് ഉസ്താദിന്റെ ഖബറിടം അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കട്ടെ. അല്ലാഹു തആല സ്വർഗ്ഗത്തിന്റെ പരിമളങ്ങൾ അടിച്ചു വീശുന്ന ഖബറാക്കി ഉസ്താദിന്റെ